ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് ഞാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കമ്പനി എടുത്തൊരു നിലപാട് തികച്ചും തെറ്റായിരുന്നു. പക്ഷേ ഇപ്പോഴെൻ്റെ മുമ്പുള്ള പ്രശ്നം അതിനേക്കാൾ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു നേതാവ്, ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സമര രീതിയേക്കാൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണെന്ന് കണക്കാക്കിയാൽ മതി. ആ സമര രീതിയേക്കാൾ വലുതാണ് എനിക്ക് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊന്നിനെയും കുറിച്ച് കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ആ വലിയ മനുഷ്യൻ്റെ, വിപ്ലവകാരിയുടെ, കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ചരമത്തിൽ എൻ്റെ ദുഃഖം നേരിൽ കണ്ട് രേഖപ്പെടുത്തുക, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കുക, ആദരവ് കാണിക്കുക എന്നുള്ളതിനാണ് ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാകും, അത് അന്നത്തെ സാഹചര്യത്തിലായിരിക്കും. ആ തീരുമാനം എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണ് ധരിക്കരുത്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വേണം അടവ് നയങ്ങൾ ആവിഷ്കരിക്കാൻ. ഞാനെടുത്ത തീരുമാനം അന്നത്തെ കാലഘട്ടത്തിന് തികച്ചു ശരിയാണ്. ആ തീരുമാനത്തിൻ്റെ മേലെ ഞാൻ നിന്ന് സീതാറാം യെച്ചൂരി അന്തരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ ആ തീരുമാനം എനിക്ക് തടസ്സമാകാൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത്. അങ്ങനെ അടവ് നയങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും പറഞ്ഞ സാഹചര്യം അത് നമുക്ക് അതിനോട് പൊരുത്തപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഏതായാലും തീരുമാനം മാറ്റി ഇൻഡിഗോ വിമാന കമ്പനി മാപ്പ് പറയണം എന്നൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ നിലപാട്. മോദി പക്ഷേ പി ജയരാജൻ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് മറ്റെന്തിനേക്കാളും വളരെ വലുതാണ് സീതാറാം യെച്ചൂരി എന്നതായിരുന്നു. അദ്ദേഹം ഇന്നലെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് യാത്ര തിരിച്ചതിന് ശേഷം, അതായത് സീതാറാം യെച്ചൂരിയുടെ മരണവിവരം അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ണൂരിലെ വീട്ടിൽ നിന്ന് തിരിച്ചതിന് ശേഷമാണ് പൊതുദർശനം ഇന്നായിരിക്കില്ല നാളെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് രാവിലെ മൃതദേഹം AKG ഭവനിലേക്ക് കൊണ്ടുവരും. ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇൻഡിഗോ വിമാനത്തിനുള്ള ബഹിഷ്കരണം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് ഇൻഡിഗോ വിമാനത്തിൽ വന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പി ജയരാജൻ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നത്, അദ്ദേഹം പറഞ്ഞത് കണ്ണൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഈ മരണവിവരം അറിയുന്നത്. തുടർന്ന് ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഡൽഹിയിലെത്തി ഇന്ന് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ലഭ്യമായ വിമാനം എന്ന രീതിയിൽ ഇൻഡിഗോയിൽ കയറി വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. മറ്റൊന്നും ആ സമയത്ത് അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. കാരണം തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, മറ്റെന്തിനേക്കാളും വലുതാണ് സീതാറാം യെച്ചൂരി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഈ ബൈറ്റ് നൽകുമ്പോൾ തന്നെ 1970കളുടെ മധ്യം മുതൽ സീതാറാം യെച്ചൂരിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. കാരണം വിദേശ യാത്രകൾ, അതുപോലെ തന്നെ കേരളത്തിലെ ഈ സംഘടനയിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ ഇടപെടലുകൾ, സീതാറാം യെച്ചൂരിയുമായുള്ള വ്യക്തിബന്ധം, ഡൽഹിയിലെ VP ഹൗസിൽ പണ്ട് താമസിച്ചിരുന്നപ്പോൾ സീതാറാം യെച്ചൂരിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പി ജയരാജൻ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തൻ്റെ ഒരിക്കലെടുത്ത ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നതിനേക്കാൾ ഉപരി തന്നെ സംബന്ധിച്ചിടത്തോളം യെച്ചൂരിയെ കാണുക എന്നതായിരുന്നു തൻ്റെ മുന്നിലുണ്ടായിരുന്ന ആവശ്യം. ആ ആവശ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻഡിഗോ വിമാനത്തിനുള്ള ബഹിഷ്കരണം ഉപേക്ഷിച്ചുകൊണ്ട് ആ വിമാനത്തിൽ കരിപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയതെന്നാണ് ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ജയരാജൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ വിമാനം, അതായത് ഇൻഡിഗോ ബഹിഷ്കരിക്കാനുള്ള തൻ്റെ തീരുമാനം ശരിയായിരുന്നു. കാരണം ഇൻഡിഗോ എടുത്ത തെറ്റായ തീരുമാനം അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. ആ ബഹിഷ്കരണത്തിലൂടെ സാധൂകരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലെടുത്ത തീരുമാനം എപ്പോഴും അതുപോലെ തന്നെ തുടരേണ്ടതില്ല എന്നും അടവ് നയമാണ് ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി ഈ ഇൻഡിഗോ വിമാന കമ്പനിയോട് ക്ഷമിച്ചോ അതല്ലെങ്കിൽ അവർക്ക് മാപ്പ് നൽകിയോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകുവാൻ വേണ്ടി പി ജയരാജൻ തയ്യാറാകുകയും ചെയ്തിട്ടില്ല. ഏതായാലും നിലവിൽ അദ്ദേഹം പറയുന്നത് ഈ സീതാറാം യെച്ചൂരിയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബഹിഷ്കരണം ഉപേക്ഷിച്ച് ഇൻഡിഗോ വിമാനത്തിൽ സഞ്ചരിച്ചതെന്നാണ് പി ജയരാജൻ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി ബാലഗോപാൽ, ദില്ലിയിൽ നിന്നും ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.